മോർണിംഗ്. ഇതെൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ്. ആദ്യമായിട്ടാണ് എൻ്റെ മോർണിംഗ് വ്ളോഗ് എടുക്കുന്നത്. ഞാൻ വാക്കിങ്ങിന് വന്നിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാക്കിങ്ങിൻ്റെ ഇടയിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഗുസ്തിയുടെ സ്ഥലമാണ്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. ഇവിടെ കുറേ പ്രാവുകളും കാക്കയും ഒക്കെ അവരുടെ രാവിലത്തെ ഭക്ഷണം തേടലായിട്ട് ഇവിടെ വേസ്റ്റുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ വാക്കിങ്ങിന് പോയ സമയത്ത് ഇങ്ങനെ ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചകളാണിത്. ഇതൊരു ചെറിയ സ്റ്റേഡിയം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചെറിയൊരു സ്ഥലമാണ്. ഈ ഒരു റൗണ്ടിലാണ് ഗുസ്തി മത്സരം നടക്കാറുള്ളത്. അപ്പോൾ ഇതൊരു പച്ചക്കറിയുടെ സ്ഥലമാണ്. ഇത് വലിയൊരു പച്ചക്കറി മാർക്കറ്റാണ്. അതൊക്കെ തുറന്ന് വരുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ കുറച്ച് സ്ഥലത്ത് പച്ചക്കറി നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. പച്ചക്കറിയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിർത്തിയിട്ട വാഹനങ്ങളും ഒക്കെ കാണാം. ഇത് പച്ചക്കറി മാർക്കറ്റ്. ഈ റോഡിലൊക്കെ ഇന്ന് ശനിയാഴ്ചയാണല്ലോ, അപ്പോൾ ഇന്ന് ഓഫീസിൽ പോകാനുള്ള ആൾക്കാരുണ്ടാവും. എന്നാലും മിക്കവർക്കും ലീവായിരിക്കും. സ്കൂളുകൾക്കും ഒക്കെ ലീവുള്ളതുകൊണ്ട് റോഡിലൊന്നും ആളുകളില്ല. പിന്നെ സമയം അധികമായിട്ടില്ല, രാവിലെയാണ്. അതുകൊണ്ട് വാഹനങ്ങളുടെ ഒന്നും തിരക്ക് തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഈ വ്ളോഗ് നിങ്ങളെയും കൂടി കാണിച്ച്, ഇതാണ് നമ്മളുടെ പച്ചക്കറി മാർക്കറ്റിലേക്ക് കയറുന്ന വഴി. എല്ലാം അടച്ചെടുക്കുകയാണ്. ഇതൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പം ഇതെല്ലാം തുറന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. ഇവിടെ മുഴുവൻ വാഹനങ്ങളായിരിക്കും. പച്ചക്കറി വാങ്ങാൻ വന്നവരുടെയൊക്കെ തിരക്കായിരിക്കും. ഇതിൽ കൂടി ഞാൻ കാണിച്ചു തരാം. പച്ചക്കറികൾ ഒക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. അവിടെ ബത്തക്കയും പപ്പായയും ഗ്രേപ്സും ഒക്കെ ഓപ്പണായി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. രാവിലെ എനിക്ക് നടക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർ നടക്കാൻ പോകുന്നുണ്ട്. കണ്ടോ, മുൻപൊന്നൊരു കുട്ടി ഓടി വരുന്നത് കണ്ടോ, ജോഗിങ്ങിന് പോകുന്ന ആൾക്കാർ. എല്ലാവരും അവരവരുടെ അതിൻ്റെ ഇടയ്ക്ക് പറയാം, ഇതൊരു ചെടിയുടെ സ്ഥലമാണ്. ചെടികൾ, പലതരം പൂച്ചെടികൾ വിൽക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല നല്ല ചെടികളാണ്. ഇതൊക്കെ കണ്ടാൽ നമ്മൾ വാങ്ങിപ്പോവും അറിയാതെ. ഇത് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായ റോസാപ്പൂക്കളും മുല്ലയും കണ്ടോ, മുല്ലയൊക്കെ ജമന്തിയും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെടി വിൽക്കുന്ന നഴ്സറിയാണിത്. അതുകൂടാതെ ഇവിടെ കുറേ മൺപാത്രങ്ങൾ, ഇത് മടുക്കാന്ന് പറയും ഇവിടെ. അതിന് പൈപ്പുള്ള പാത്രങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഉഷ്ണകാലത്ത്, ചൂടുകാലത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ നല്ല സുഖം. ഫ്രിഡ്ജിലെ വെള്ളത്തിനേക്കാൾ സുഖമാണ് ഇവിടുത്തെ ഈ വെള്ളം കുടിക്കാൻ. അതുകൂടാതെ ഭംഗിയുള്ള ഭരണികൾ, ഷോന് വെക്കുന്ന ഭരണികൾ, അല്ലാത്ത മൺപാത്രങ്ങൾ, പല പല സാധനങ്ങൾ പുറകോട്ടുണ്ട്. ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. ജോഗിങ് ചെയ്യുന്ന ആൾക്കാരെ കാണിച്ചു തരാം. അപ്പോൾ നേരെ വെളുത്തു തുടങ്ങിയതുകൊണ്ട് അത്ര ആൾക്കാർ മാത്രമേ ജോഗ് ചെയ്യുന്നുള്ളൂ. വേറെ രാവിലെ കുറേ കൂടി രാവിലെ 5 മണി 5:30 ആകുമ്പോൾ ഒരുപാട് ആളുകൾ ജോഗ് ചെയ്യുന്നതാണ്. ഇതുണ്ട്, ഒരു പൈപ്പിൻ്റെ ഒരു കണക്ഷൻ എന്തോ ആണ്. ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ സ്ഥിരമായിട്ട് ഉറ്റിപ്പോവാണ്. ഇങ്ങനെ ഉറ്റി പോകുന്നുണ്ട് വെള്ളം സ്ഥിരമായിട്ട്. അപ്പോൾ അത് നല്ലതല്ലേ, എന്തെങ്കിലും ജീവികൾക്ക്, പക്ഷികൾക്കോ നായക്കൊക്കെ വന്ന് കുടിക്കാൻ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ലീക്കേജ് ആണ് ശരിക്കും പറഞ്ഞാൽ, എങ്കിലും അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഒരു മണിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് കരിമ്പ് കടയുടെ ശബ്ദമാണ്. ഇവിടെ എല്ലാ കരിമ്പ് കടകൾക്കും അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും. ഞാനത് കാണിച്ചിട്ട് അങ്ങോട്ട് കടന്നു പോവാം. ആ കടയിലൊക്കെ അധികം കാണിക്കുന്നില്ല, എന്നിട്ട് പറയാം. ആ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനം മേലെ ഒരു ചെറിയൊരു കറുത്ത സാധനം കാണുന്നില്ലേ, ഒരു ചെറിയ മൈക്ക് കണ്ടോ, ആ ലൈറ്റ് മിന്നുന്ന അതിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത്. അവിടെ കുറേ കരിമ്പുകൾ അങ്ങനെ ചാരി വെച്ച് നമുക്ക് കാണാം. അപ്പോൾ ആ കരിമ്പ് കടയാണ് ഇതെന്ന് അറിയിക്കാനുള്ള ശബ്ദമാണ് ഈ ശബ്ദം. ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് കരിമ്പ് കടയാണെന്ന്. കണ്ടോ, ഇവിടെ കുറേ കരിമ്പുകൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് കരിമ്പ് കടയാണ്. ഈ കരിമ്പ് കടയിൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കരിമ്പ് ജ്യൂസ് ഇഷ്ടപ്പെടുന്നവരാണ്. കരിമ്പ് ജ്യൂസ് കുടിച്ചാലും മധുരം പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുടിക്കാറുണ്ട്. വാക്കിങ്ങിന് ചെയ്യുന്ന ആൾക്കാർ പോകുന്നുണ്ട്. ഇത് ഫ്രൂട്ട്സിൻ്റെ കടയാണ്. ജോഗ് ചെയ്യുന്ന ആളുകൾ, വാഹനങ്ങളുടെ തിരക്കില്ലാത്ത
നല്ല സുഖകരമായ ഫുട്പാത്തും റോഡും. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ തന്നെ സ്ഥലം കിട്ടില്ല, ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ടും കടക്കാരെ കൊണ്ടും പിന്നെ വേറെയുള്ള ആളുകളെ കൊണ്ടൊക്കെ. ഇപ്പം നമ്മൾ വളരെ സുഖകരമായിട്ട് അങ്ങനെ നടക്കുകയാണ്. രാവിലെ വാക്കിങ്ങിന് വരിക എന്ന് പറഞ്ഞാൽ വളരെ സുഖമായിട്ടുള്ളൊരു ഏർപ്പാടാണ്. പക്ഷേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, എണീക്കാൻ മടിയാവുമെന്ന് മാത്രം. ഞാൻ നടക്കാറുണ്ട്, രാവിലെ വാക്കിങ് ചെയ്യാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ തോന്നും നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടത് മുടങ്ങാനാണ് എപ്പോഴും ശ്രമിക്കുക. ഒരു സാധനം കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണത് മുടക്കുക എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു മഴ പെയ്തുവെന്നോ, അല്ലെങ്കിൽ ഇന്നെന്തോ കാലിനൊരു വേദന പോലെയെന്നോ, അല്ലെങ്കിൽ ഇന്നലെ ഒരു ചെറിയ തലവേദന ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നടത്തം മുടക്കും. ഇപ്പോൾ ഞാനിപ്പം കണ്ടിന്യൂസ് നടന്നിരുന്നിടത്ത് നിന്ന് മുടങ്ങിയിട്ട് രണ്ടാമത് തുടങ്ങുന്ന ദിവസമാണ് ഇന്ന്. ഇവിടുത്തെ ബസ്സാണ് ഈ പോകുന്നത്. ഇപ്പോൾ ബസ് കണ്ടോ, AC ബസ്സാണ്, സ്റ്റേറ്റ് ബസ്. തൊട്ട് പുറകെ മറ്റൊരു ബസ്സും കൂടി വരുന്നുണ്ട്. ഇത് ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ശബ്ദം എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇതൊരു ചിക്കൻ കടയാണ്. ഞങ്ങളുടെ ബബിളിന് ചിക്കൻ വാങ്ങുന്നത് ഈ കടയിൽ നിന്നാണ്. അതിൻ്റെ പുറത്ത് സ്ഥിരമായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇവരൊക്കെ. ചിക്കൻ കട ആയതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അവർ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരാണ്. ആരുടെയെങ്കിലുമൊക്കെ കനിവുകൾ കൊണ്ട് വേണമല്ലോ അവർക്കൊക്കെ ജീവിക്കാനല്ലേ, പാവങ്ങൾ. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് വാക്കിങ്. ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. കടകളൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ നിങ്ങൾ കാണിക്കുന്നത്. ഒരാളിവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതിനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. ആരുമില്ലാത്തവർ ഇങ്ങനെ കിടക്കും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു ഗുണം എന്താ വെച്ചാൽ അവരിങ്ങനെ മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കില്ല. ഇപ്പോൾ ഒരു നായ അവിടെ കിടക്കുന്നുണ്ടല്ലോ, ചില ആളുകൾക്ക് ഒരു കല്ലെടുത്തുനിന്ന് എറിയണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ പട്ടി എന്ന് പറഞ്ഞാൽ അതിനൊന്ന് ഓടിക്കണം എന്നൊക്കെയുള്ള തോന്നലുണ്ടാവാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ മഹാരാഷ്ട്രയിലത്തെ ആൾക്കാരങ്ങനെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് കുറവാണ്. ആ നായോടെ കിടക്കുകയാണെങ്കിലും അവരടിച്ചു വരാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഒക്കെ അടിച്ചു വാരി അങ്ങനെ പോവും. അതിനെ ഒന്നും ഉപദ്രവിക്കാതെ അങ്ങനെ അവർ കടന്നു പോവുള്ളൂ, അതിനൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇത് കണ്ടോ, നായക്ക് വേണ്ടി ആരോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താണ്. മനുഷ്യസ്നേഹികളായ ഏതോ മനുഷ്യന്മാർ ഇവിടെയൊക്കെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന നായ്ക്കൾക്ക്, ആരുമില്ലാത്ത നായകൾക്ക് തിന്നാൻ വേണ്ടിയുള്ള ബിസ്ക്കറ്റാണ് ഈ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല കാര്യമല്ലേ അത്? കാരണം അവർക്ക് ആരെങ്കിലും കൊടുത്തെങ്കിലല്ലേ കിട്ടുള്ളൂ. അവർക്ക് അവർ വീട്ടിൽ വളരുന്ന ആൾക്കാരല്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ജോലിക്ക് പോകുന്നവർക്കും പെട്ടെന്ന് രാവിലെ കഴിക്കേണ്ടവർക്കൊക്കെ വട, ഉഴുന്ന് വട, ഇഡ്ഡലി, പിന്നെ പോഹ എന്ന് പറയും, അവിലിൻ്റെ ഉപ്മാവാണ് പോഹ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. ഇവിടെ ഒരുപാട് പ്രാവുകളെ കാണാം. കണ്ടോ, ഇത്രയും പ്രാവുകൾ. ഇതിനൊക്കെ ഈ കടക്കാർ, ഇവിടെയുള്ള കടക്കാർ അരിയല്ല, ഗോതമ്പോ അല്ലെങ്കിൽ ബാജറ അങ്ങനെയുള്ള എന്തെങ്കിലും ധാന്യങ്ങൾ വാരി ഇട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് നല്ല തിന്നാനല്ലേ. എല്ലാ സ്ഥലങ്ങളിലും കാണാം ഇങ്ങനെ പ്രാവുകൾ ഒരുപാട്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ പറന്നു പോകുന്നുണ്ട് പ്രാവുകൾ. അവർ രണ്ടാമതും വരും, ഇരിക്കും. അതുപോലെ തന്നെ വേറൊരു വെള്ളത്തിൻ്റെ സ്രോതസ്സാണിത്. എന്തോ ഒരു വെള്ളത്തിൻ്റെ കണക്ഷനാണ്, ലീക്കായിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ അത് നായക്കും പക്ഷികൾക്കൊക്കെ കുടിക്കാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടാവും. അപ്പോൾ അത് വളരെ നല്ല കാര്യം. എല്ലാവരും വെള്ളം കുടിക്കണ്ടേ, നമ്മൾ മാത്രം കുടിച്ചാൽ പോരല്ലോ. ജീവജാലങ്ങൾക്കെല്ലാം വെള്ളം വേണ്ട. ചെടികൾക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കാം. ഒഴിച്ചു കൊടുക്കാതെ കരിഞ്ഞു പോകുന്ന ചെടികളുമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. വാക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരുടെ മുഖത്തൊക്കെ ആവാതെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടാവില്ലല്ലോ അങ്ങനെ വീഡിയോ. ഇത് വീഡിയോ ആണെന്ന് അവർക്കറിയില്ല. എങ്കിലും കണ്ടോ, 2 പ്രാവുകൾ. ഇത് നമ്മളുടെ പെട്രോൾ പമ്പാണ്. നമ്മൾ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്ന പെട്രോൾ പമ്പാണിത്. പിന്നെ നമ്മൾ നടത്തം കണ്ടിന്യൂ ചെയ്യുന്നു. റോഡുകളിൽ കുറേശ്ശെ വാഹനങ്ങളുടെ തിരക്ക് ആയി വരുന്നുണ്ട്. കാരണം ഓഫീസ് ടൈമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആളുകൾ കൂടിക്കൂടി വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും നല്ല തിരക്കാവും. ഇവിടെ അടിച്ചു വരുന്ന ഒരു സ്ത്രീയെ കാണാം. എല്ലാ ദിവസവും രാവിലെ അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ജോലിയാണ്.
അങ്ങനെ ഇവർ അടിച്ചു വരുന്നത് കൊണ്ടാണല്ലോ വേസ്റ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഫ്ലൈറ്റ് കാണാൻ പറ്റുന്നില്ല. ഈ സ്ത്രീ അടിച്ചു വാരി എല്ലാ കച്ചറയും വാരി കൊട്ടയിലാക്കി വെക്കുമ്പോഴാണ് വേസ്റ്റ് വണ്ടി വരികയും കച്ചറകൾ കൊണ്ടുവന്നുകൊണ്ട് റോഡ് നല്ല വൃത്തിയായിട്ട് നിൽക്കും. ഈ കാണുന്ന നിലം മുഴുവൻ ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ഒരു JCB കൊണ്ട് വന്ന് എല്ലാം കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ വലിയ പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രാവുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ നടക്കുന്ന കാഴ്ച. കാണുന്ന വണ്ടി ഡ്രൈവിംഗ് സ്കൂളിൻ്റെയാണ്. ഏതോ ആളുകൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ കാഴ്ച. ഈ കാണുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. പട്ടാളക്കാരെയൊക്കെ ട്രെയിനിങ്ങിന് എടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കാണുന്നത്. ഇവിടെയും കുറേ പ്രാവുകൾ ഇവിടെ കടിച്ചുവാരി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ വേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പ്രാവുകൾ അതൊക്കെ തിന്നങ്ങനെ നടക്കുന്നു. ഈ ഞാൻ പറഞ്ഞ റോഡൊക്കെ കുഴിച്ചിട്ട് അവർ പൈപ്പിട്ടൊക്കെ പോയതാണ്. അത് കഴിഞ്ഞിട്ട് മൂടിയ കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ വൃത്തിയില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. മണ്ണ് ശരിക്കും പ്രോപ്പറായിട്ട് മൂടാത്തതുകൊണ്ട്. കുഴിക്കാൻ മാത്രമേ അവർക്കറിയുള്ളൂ, മൂടാൻ അവർക്കറിയില്ല. അവർ പേരിന് മണ്ണങ്ങോട്ട് ഇട്ടിട്ട് പോവുള്ളൂ. പിന്നെ അത് കുറേ കാലങ്ങൾ കൊണ്ട് മെല്ലെ മെല്ലെ മൂടി വരിക എന്നല്ലാതെ പ്രോപ്പറായിട്ട് മൂടാറില്ല. ബൈക്കുകളൊക്കെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു സന്തോഷം ചെറുപ്പക്കാർക്കുണ്ട് സാധാരണ. ആവശ്യം കവിഞ്ഞ ഒച്ച, അതിൻ്റെ എന്തോ സൈലൻസറോ എന്തോന്ന് ഊരി വെച്ചിട്ട് ഭയങ്കര ശക്തിയിൽ ഓടുമ്പം വലിയ ശബ്ദം ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ നമുക്കല്ല എല്ലാവർക്കും അരോചകമാണെങ്കിലും അവർക്കെന്തോ അത് ഭയങ്കര സന്തോഷമുള്ളവരാണ്. ഓടുന്ന ഒരു കുട്ടി കണ്ടോ, നിലം കണ്ടോ, കുത്തിപ്പൊളിച്ചെല്ലാം നാശാക്കി വെച്ചില്ല. ഫുട്പാത്തൊന്നും ഇല്ല ഇപ്പം. ഇനി രണ്ടാമതൊക്കെ ഇടുമായിരിക്കും. ഇപ്പോൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നടന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് രാവിലെ ഇങ്ങനെ നടക്കുമ്പോഴുള്ള സുഖം എന്ന് വെച്ചാൽ പ്രത്യേക സുഖമാണ്. രാവിലെ എണീക്കാൻ മടിച്ചിട്ട് ചില സമയത്ത് വിചാരിക്കും വൈകുന്നേരത്തേക്ക് ആക്കിയാലോ നടത്തുന്നു. വൈകുന്നേരം നടക്കുമ്പോൾ കിട്ടുന്ന സുഖം അല്ല രാവിലെ കിട്ടുന്നത്. രാവിലെ ആകുമ്പോൾ നമുക്ക് ആളുകൾ കുറവായിരിക്കും, നല്ല ഫ്രഷായിട്ടുള്ള എയറായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ രാവിലെ വരുന്നതാണ് സുഖം. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ എണീക്കാൻ ചെറിയ മടിയാവും. നല്ല സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഉറക്കവും കളഞ്ഞ് രാവിലെ എണീക്കാൻ നമുക്ക് ചെറിയ മടിയാവും എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രശ്നം. വൈകുന്നേരം ആകും പക്ഷേ റോഡിലൊക്കെ ആളുകളെ കൊണ്ടുള്ള ബഹളം, നമുക്ക് സൈഡ് ചേർന്ന് പോകാൻ ബുദ്ധിമുട്ട്. ഇതുണ്ടോ കുറച്ച് പ്രായമുള്ള ഒരാൾ നടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിലാലോചിക്കും, ഒരു കാലത്ത് ചെറുപ്പക്കാരായി നല്ല ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന ആളായിരുന്നിരിക്കണം. ഇപ്പം കുറച്ച് അവശതയായപ്പം അത്ര സ്പീഡിൽ നടക്കാൻ പറ്റാത്തത്. അതെല്ലാവരുടെയും അവസ്ഥയാണ്. അവിടെ നിർത്തിയിരിക്കുന്ന വണ്ടി കണ്ടില്ലേ, ഈ വണ്ടിയിലാണ് ഇവിടെയുള്ള കല്യാണങ്ങൾക്ക് കുതിരേനൊക്കെ ഇതാക്കിയിട്ടുള്ള ആ വണ്ടിയിലാണ് കല്യാണ പാർട്ടിയെ അലങ്കരിച്ച് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇത്. ഇവിടെ ഒരു കട രാവിലെ തന്നെ തുറന്ന് ഡ്രസ്സുകളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. അവർ രാവിലെ തന്നെ തുറക്കുന്ന ആളായിരിക്കും. ഇവിടെ ഒരു നായ കിടക്കുന്നുണ്ട്, പ്രാവുകളുണ്ട്. അവിടെ ഇരുന്ന ആൾക്കാർ വടയും പോഹയും ഒക്കെ കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ നായ ഇവിടെ കിടന്നാലും അവർക്ക് യാതൊരു ശല്യമോ അതിനെ ഓടിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. രാഷ്ട്രീയമുള്ള ആൾക്കാർ പൊതുവേ മൃഗങ്ങളോട് വളരെ കരുണ കാണിക്കുന്ന ആൾക്കാരാണ്. പറ്റുമെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തെരുവ് നായ ആക്രമണം ഇവിടെ കുറവാണ്. ഇല്ല എന്നല്ല, പക്ഷെ കുറവാണ്, വളരെ കുറവാണ്. കണ്ടോ റോഡ് കണ്ടോ, മണ്ണൊക്കെ കുഴിച്ച് വെച്ചിരിക്കുന്നത്. റോഡ് പണിയല്ല, പൈപ്പ് പണി നടക്കുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇതിനുള്ളിൽ എന്തോ വലിയ 3 സാധനങ്ങൾ കാണാം. ഇതുമായിട്ട് പൈപ്പൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും, നമുക്കതിനെപ്പറ്റി അറിയില്ല. അതിന് വേണ്ടിയുള്ള കുഴിയാണ് ഈ കുഴിച്ച് വെച്ചിട്ടുള്ള വലിയ കുഴി. ആരും അതിൽ വീഴാതിരിക്കട്ടെ. ഈ കാണുന്നൊക്കെ സ്വർണ്ണക്കടകളാണ്, ഒന്നും തുറന്നിട്ടില്ല. ഇത്ര രാവിലെ സ്വർണ്ണക്കട തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വർണ്ണക്കടയിൽ രാവിലെ ആരും
ഇത്ര രാവിലെ ആരും വരില്ലായിരിക്കും. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ സ്വർണ്ണക്കടകൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവർ പൂമാലകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾ. ഇന്നലെ ഗുഡിപ്പടവ മിനിഞ്ഞാന്ന് ഗുഡിപ്പടവ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂ ഇയറാണ്, മഹാരാഷ്ട്രൻ ന്യൂ ഇയറാണ് ഗുഡിപ്പടവ. അപ്പോൾ അലങ്കരിച്ച പൂക്കളാണ് ഈ കാണുന്ന പൂമാലകളൊക്കെ. അവിടെ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ അലങ്കരിക്കും. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ അവർ എല്ലാം അവരെ കടയൊക്കെ അടിച്ചു വാരി അവിടുത്തെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ കഴുകി സോപ്പിട്ട് അതിന് മുൻവശമൊക്കെ കഴുകി വളരെ നീറ്റാക്കി വെക്കും. അങ്ങനെയുള്ള ഇതൊരു ബസ് സ്റ്റാൻഡാണ്. ഇപ്പം നമ്മൾ നടന്ന് വേറെ ഒരു വശത്തേക്ക് എത്തി. അവിടെ പച്ചക്കറി കാണാം, രാവിലെ തന്നെ പച്ചക്കറി വെക്കാൻ. അതിൻ്റെ പുറകിൽ അവരെ വീടായതുകൊണ്ട് അത് ശിവാജി മഹാരാജിൻ്റെ ഒരു ഫോട്ടോ. അപ്പം നമ്മൾ വാക്ക് ചെയ്ത് നമ്മൾക്കൊരു ഗാർഡൻ ഉണ്ട്, പബ്ലിക് ഗാർഡൻ. എല്ലാവർക്കും അവിടെ പോകാനും എക്സസൈസ് ചെയ്യാനൊക്കെയുള്ള ഓപ്പൺ ജിമ്മൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ കണ്ടോ വെജിറ്റബിൾസ് രാവിലെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഗാർഡൻ്റെ അവിടം വരെ ഞാൻ കാണിക്കാം. ഗാർഡൻ്റെ ഉള്ളിലേക്ക് കാണിച്ചാൽ പലരും എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അത് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്, അത്ര വരെ കാണിക്കുന്നുള്ളൂ. ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവിടെയുള്ള വേസ്റ്റ് വണ്ടിക്ക് നല്ല ഓടക്കുഴൽ സംഗീതമാണ്. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം വേസ്റ്റ് വണ്ടി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒഴിഞ്ഞ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വാക്കിങ്ങിനാ പരിചയക്കാരെ കണ്ടപ്പം ഇങ്ങോട്ടാണെന്നുള്ള ചോദ്യം. അത് കഴിഞ്ഞ് നമ്മൾ നടന്നെല്ലാവരും അവരവരുടെ വണ്ടികളൊക്കെ രാവിലെ തന്നെ കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ നായകൾ, തെരുവ് നായകളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒരു 5, 6, 7, 8 തെരുവ് നായകൾ സംഘമായിട്ട് പോകുന്നതാണ്. ആരെയും ഒന്നും ഉപദ്രവിക്കാറില്ല, ആരും അതിനെ ഉപദ്രവിക്കാറില്ല. കാണുമ്പോൾ തന്നെ കല്ലെടുത്തെറിയോ ഓടിക്കുക. ഒരു സ്ത്രീ അവിടെ അടിച്ചു വരുന്നുണ്ട്. അവരെല്ലാവരും അവരവരുടെ പണികൾ ചെയ്യുന്നു. പിന്നെ ഇതൊരു കൊന്നപ്പൂവിൻ്റെ മരമാണ്, നിറച്ചും പൂത്ത് നിൽക്കുന്നുണ്ട്. ഏപ്രിൽ മാസം ആയി എന്നുള്ള വിചാരമാണെന്ന് തോന്നുന്നു. പക്ഷേ ഏപ്രിൽ മാസം ആയില്ല എന്നുള്ളത് അവരറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ആ നായകൾ മുമ്പോട്ട് പോകുന്നുണ്ട്, കുറേ നായ്ക്കൾ. ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ അവർ നടന്നു പോകുന്നുണ്ട്. അവർക്കങ്ങനെ ആരും ഉപദ്രവിക്കാനൊന്നും തോന്നാതിരിക്കട്ടെ. കാരണം ഇപ്പോൾ അവരാരും ഒന്നും പറയുന്നില്ല. തെരുവ് നായ്ക്കൾ വേണ്ടാന്നോ അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ അവരാരെങ്കിലും ഉപദ്രവിച്ച് തുടങ്ങിയാൽ പിന്നെ ഇവരുടെയൊക്കെ പേരിൽ പ്രശ്നങ്ങളാവും. എന്താ, ഒരാൾ ഇവിടെയുണ്ട്, 2 ആൾ അവിടെയുണ്ട്, 3 ആൾ അവിടെയുണ്ട്. അതെ, ഓടുന്നുണ്ട്. എന്തോ ഉറച്ചു കേട്ടപ്പം എല്ലാവരും കൂടി കൂട്ടയോട്ടം. ഒരു പുതിയ നായ മറ്റോ വന്നിട്ടുണ്ടാവുമായിരിക്കും. എല്ലാവരും കൂടി അങ്ങോട്ട് ഓടി മറഞ്ഞു. ഈ കാണുന്നതാണ് നമ്മളുടെ ഗാർഡൻ. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയും വാക്കിങ്ങിന് വേണ്ടിയൊക്കെ നമ്മൾ വരുന്ന ഗാർഡനാണ് ഈ കാണുന്നത്. അയ്യപ്പ സ്വാമി ഉദ്യാൻ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളുടെ അമ്പലം, അയ്യപ്പൻ്റെ അമ്പലം, ആ കാണുന്നതാണ് അയ്യപ്പൻ്റെ അമ്പലം. നമ്മുടെ അമ്പലം അതിൻ്റെ അടുത്തായതുകൊണ്ട് അതിന് ആ പേര് കൊടുത്തതാണ് അയ്യപ്പസ്വാമി ഉദ്യാൻ എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ദൂരെ നിന്നൊരു വ്യൂ കാണിക്കാം. നമ്മൾ ഗാർഡനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഫുള്ള് ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് നടന്നു വരാം. ആളുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ എക്സസൈസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് കാണിക്കുന്നില്ല. ഇവിടെയൊക്കെ ചെടികളും ഒക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഗേറ്റ്. ഞാൻ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ ശരി, ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.